പത്തരമാറ്റിന് വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ട്രെയിനിങ് ക്യാമ്പിൽ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ അനാമികയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ ട്രെയിനർ ഓഫീസർ നന്ദിനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയാണ്. അങ്ങനെ തന്നെ മനഃപൂർവ്വം കഷ്ടപ്പെടുത്തുകയാണ് എന്നുള്ള വിവരമൊക്കെ നന്ദു അറിയുകയാണ്. അങ്ങനെ കൂട്ടുകാരി നന്ദുവിനോട് പറയുന്നുണ്ട്, എടി ആ സാർക്കിട്ട് നല്ലൊരു മുട്ടൻ പണി കൊടുത്തേ പറ്റുകയുള്ളൂ. കാരണം നേരിട്ട് എന്തായാലും നമുക്ക് മുട്ടാൻ പറ്റില്ല. കാരണം നമ്മളത് ജോലിയെ ട്രെയിനിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് ആരും അറിയാതെ അയാൾക്കിട്ടൊരു മുട്ടൻ പണി കൊടുക്കണം. അത് എന്താണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദും പറയുന്നുണ്ട്, അത് ശരിയാ താൻ പറഞ്ഞത്, ഞാനും കരുതിയിരുന്നു. പക്ഷേ എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാൻ നിന്നിരുന്നത്. എനിക്കൊരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാമായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നന്ദു കൂട്ടുകാരിയോട് പറയുകയാണ്. ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട്, എടി നമുക്ക് അയാൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും കലർത്തി കൊടുത്താലോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പം അതൊക്കെ എവിടെ നിന്ന് കിട്ടാനാ ഈ ട്രെയിനിങ് ക്യാമ്പിനുള്ളിലിരിക്കുന്ന സമയത്തെ എന്നൊക്കെ പറയുകയാണ് നന്ദു. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട്, നിനക്ക് അയാൾക്ക് എന്തെങ്കിലും കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇടാനുള്ള പൊടി കിട്ടിയാൽ പോരെ, അതൊക്കെ ഒപ്പിച്ച് തരാൻ ആളുണ്ട്. ഞാനൊന്ന് ഫോൺ ചെയ്താൽ നമുക്ക് സംസാരിച്ചാൽ ആരും അറിയാതെ ഇവിടെ എത്തിച്ചു തരും, അതിനൊക്കെ ആളുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദുവിന് ഒരു സമാധാനവും ഒക്കെ ആവുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഒന്ന് ശ്രമിക്കുക, എന്തായാലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. പിടികൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജോലി തെറിക്കും. കാരണം ഞാൻ ഇങ്ങനെ ആരെയും ദ്രോഹിക്കാനൊന്നും കൂട്ടു നിൽക്കാറില്ല. പക്ഷേ അയാൾക്കിട്ടൊരു മുട്ടൻ പണി കൊടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം അത്രയ്ക്കും എന്നെ കഷ്ടപ്പെടുത്തുന്നുണ്ട്. ആരോ പറഞ്ഞ് ചെയ്യിക്കുന്നത് പോലെയാണ് അയാൾ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് ഇത്രമാത്രം ശത്രുക്കൾ ആരാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അത് ഞാൻ അടിപിടിയും ഒക്കെ ആയിട്ട് നടക്കാറുണ്ടല്ലോ, അതിൻ്റെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അനി എന്ന് പറയുന്നവനുണ്ടല്ലോ, എൻ്റെ പിന്നാലെ നടന്നവൻ, അവൻ്റെ ഭാര്യയുണ്ടല്ലോ അനാമിക എന്ന് പറയുന്നവൾ, അവളായിരിക്കും. അവളാണ് ഇതിനു മുമ്പേ അച്ഛനെ ഉപയോഗിച്ചിട്ട് എനിക്കിട്ട് പണി തരാൻ നോക്കിയത്. പക്ഷേ അതൊന്നും ഏൽക്കാതിരുന്നപ്പോൾ അവർക്ക് വലിയ കലിപ്പുണ്ടായിരുന്നു. എന്തായാലും അവരൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ നന്ദു കൂട്ടുകാരിയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നാൽ പിന്നെ ഉറപ്പിച്ചോ, അവൾ തന്നെയായിരിക്കും, അല്ലാതെ വേറെ ആരും ഇതിൻ്റെ പിന്നിൽ ശ്രമിക്കത്തില്ല. കാരണം ഇത്രയൊക്കെ ആയിട്ടും നിൻ്റെ പിന്നാലെ വന്ന് ഓരോന്ന് അവരായിരുന്നല്ലോ മുമ്പ് നീ സംസാരിച്ചിരുന്നല്ലോ, നിന്നെ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കാൻ നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഏതായാലും നീ പറഞ്ഞ ആ കാര്യം നടക്കട്ടെ, ആരെങ്കിലും ഏർപ്പാടാക്കിയിട്ട് നീ ആ സാധനം ഇവിടെ എത്തിക്കാൻ നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നീട് അവർ ആ ഓഫീസർക്ക് കലക്കി കൊടുക്കാനുള്ള ആ ഒരു പൊടി നമ്മുടെ നന്ദുവിൻ്റെ ആ ഒരു ക്യാമ്പിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ അറിവിലുള്ള ആളുകൾ ആരും അറിയാതെ അവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് ഈ ട്രെയിനിങ് ഓഫീസർക്ക് നമ്മൾ ഇടവേളയിൽ കുടിക്കാനായിട്ട് ജ്യൂസൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്ത് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഓഫീസർ ആ ഒരു മുറിയിലോട്ട് പോകുന്ന സമയത്ത് ഇവർ പിന്തുടർന്ന് പോവുകയാണ്. അങ്ങനെ പിന്തുടർന്ന് പോയിട്ട് ഇതെങ്ങനെയാണ് അതിലിടുക, അയാൾക്കാണെങ്കിൽ മുന്നിലും ബാക്കിലും കണ്ണുള്ളത് പോലെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, എന്തായാലും അയാൾ മുഖവും കഴുകാനായിട്ട് ഒന്ന് ബാത്റൂമിലേക്ക് എന്തായാലും പോകും, അതാണല്ലോ അയാളുടെ ഒരു ശീലം. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദന ചോദിക്കുന്നുണ്ട്, ആ ഒരു ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, അവിടെ ക്യാമറയും വല്ലതും ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല, ഫ്രഷ് ആയിട്ടുള്ള റൂമിൻ്റെ അടുത്തുള്ള ആ ഒരു ബാത്റൂം കാര്യങ്ങൾ അവിടെയൊക്കെയല്ലേ, അവിടെ ക്യാമറയില്ല, എന്തായാലും അതൊന്നും ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസർ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ട് പോകുന്ന സമയത്ത് അയാൾക്ക് കുടിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസിൽ ആ ഒരു പൊടി കലക്കി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് മാറി നിന്നിട്ട് അയാൾ അത് കുടിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കുകയാണ്. അങ്ങനെ പിന്നീട് ഫ്രഷായൊക്കെ വന്ന് കഴിഞ്ഞ ശേഷം ആ ഓഫീസർ ആ ഒരു ജ്യൂസ് കുടിക്കുകയാണ്. ജ്യൂസ് കുടിക്കുന്ന സമയത്ത് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അത് ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ ശേഷം നന്ദുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇയാളത് കുടിച്ച ശേഷം ഒരു മാറ്റവുമില്ലല്ലോ, വടി പോലെ നിൽക്കുന്നുണ്ടല്ലോ, ഇയാളെപ്പോലെ തന്നെയാണോ ഇയാളുടെ ശരീരം, കല്ലായിട്ട് അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ, എന്തും ഏൽക്കാത്ത ശരീരമാണോ എന്നുള്ളതിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദും പറയുന്നുണ്ട്, ഏതായാലും പ്രവർത്തിച്ച് തുടങ്ങണമല്ലോ, അതിനായിട്ട് കാത്തിരിക്കാം, പിന്നെ നിൻ്റെ ഫ്രണ്ട് പറ്റിക്കൊന്നുമില്ലല്ലോ, ഇത് ആ പൊടി തന്നെയല്ലേ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടത് വെറുതെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ സമയത്ത് ഇല്ല അത് നീ ടെൻഷൻ ആവണ്ട, എന്തായാലും അവർ ആ ഒരു തന്നെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്, അതെനിക്ക് ഉറപ്പാണ്, അവർ പറ്റിക്കത്തൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പെട്ടെന്ന് ഓഫീസർ വയറിൽ കൈ വെച്ച് അമർത്തിയിട്ട് വേദന കടിച്ചു പിടിക്കുന്നത് കാണുന്നത്. പിന്നെ ഒരൊറ്റ ഓട്ടമാണ് ബാത്റൂമിലേക്ക്. ഏതായാലും ആ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് നന്ദും കൂട്ടുകാരിയും. ബാത്റൂമിലേക്ക് പോവാ വരിക ഈ ഒരു രീതിയിലാണ് ഓഫീസർ തുടരുന്നത്. ആ സമയത്ത് നമ്മുടെ നന്ദുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഏതായാലും 2 ദിവസം ഇനി അയാൾ ഇവിടെ നിന്ന് അനങ്ങത്തില്ല, ബാത്റൂമിൽ നിന്ന് പുറത്ത് വരാനേ പറ്റത്തില്ല, പിന്നെ അതിൻ്റെ ക്ഷീണവും 2 ദിവസം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 3-4 ദിവസം നിനക്ക് റെസ്റ്റ് ആണടി, ആ സമയത്ത് നീ നല്ലോണം എനർജി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളതൊക്കെ പറയണം. അപ്പോൾ ആ സമയത്ത് നന്ദു ചിരിച്ച് സന്തോഷം കൊണ്ട് പറയുന്നുണ്ട്, ഏതായാലും നന്നായി, എനിക്ക് കുറച്ച് റെസ്റ്റുമായി, അയാൾക്ക് ഏതായാലും കുറച്ച് വ്യായാമവുമായി, ഏതായാലും അയാളുടെ ആ ഒരു വ്യായാമം നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പം നേരിട്ട് മുട്ടാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഇതോടുകൂടെ എനിക്ക് മാറിക്കിട്ടി, ഒരുപാട് നന്ദിയുണ്ടെടി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് കൂട്ടുകാരി പറയുന്നുണ്ട്, എന്തായാലും ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് നീ കണ്ടെത്തണം, നിൻ്റെ വീട്ടുകാരോട് വിളിച്ചിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് നന്ദും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഞാൻ എന്തായാലും അറിയിക്കാൻ പോവുകയാണ്, കാരണം ഇതുവരെ എന്നെ ട്രെയിൻ ചെയ്യുകയാണല്ലോ എന്ന് കരുതിയിരുന്നത്, പക്ഷേ അയാൾ മനഃപൂർവ്വമാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അത് ആരോ പറഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ നന്ദുവിന് മനസ്സിലായിരിക്കുകയാണ്.